എന്താണ് ഈ വേൾഡ് റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട്? അത് മൃദംഗനാദം എന്ന് പറഞ്ഞൊരു ഇവന്റ് ആണ്. അത് മൃദംഗ വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് മാഗസീനാണ്. അപ്പോൾ അവരുടെ ഒരു ലോഞ്ച് പോലത്തെ ഒരു ഇവന്റ് ആണ്. അതിന് 12,000 നർത്തകരെ നമ്മൾ അണിനിരക്കാണ്. ഒരുമിച്ച് ഒരേ വേദിയിൽ അവർ ഒരു ഗാനത്തിന് സെയിം കോറിയോഗ്രാഫിയിൽ നമ്മളെല്ലാവരും ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം അവർക്കൊരു ഇതൊക്കെ ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നു എന്നുള്ളത് എത്തിക്കാനായിട്ടൊരു അംബാസിഡർ പോലെ വേണമായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പാട്ട് കൈതപ്രം തിരുമേനി എഴുതുന്നുണ്ട്. ദീപാങ്കുരൻ സാറാണ് മ്യൂസിക്, അനൂപ് ജി, നമ്മുടെ അനൂപ് ശങ്കർ പാടുന്നത്. അപ്പൊ പിന്നീട് ചോദിച്ചു വന്നാൽ അത് കോറിയോഗ്രാഫിയും കൂടെ ചെയ്ത് അതിൽ പങ്കെടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനത്തെ തൂലികയെന്നൊക്കെ വരുന്ന പാട്ടിന് കോറിയോഗ്രാഫി ചെയ്യാന്ന് പറഞ്ഞ കൈതപ്രം തിരുമേനിയുടെ ഒക്കെ അതൊരു ഭാഗ്യമാണല്ലോ, ഉറപ്പായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അങ്ങനെ അത് ഞാൻ കോറിയോഗ്രാഫി ചെയ്യുന്നു. പിന്നെ നമ്മളത് രജിസ്റ്റർ ചെയ്ത് എല്ലാവരിലേക്കും ആ വീഡിയോ. പക്ഷെ നമ്മളിത് ഗുരുക്കന്മാര് വഴി തന്നെയാണ്. ഇപ്പൊ ഇവർക്ക് വീഡിയോ കിട്ടുന്നുണ്ടെങ്കിലും അവരൊരു ഗുരുവിന്റെ കീഴിലാണ് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്വയം നമുക്ക് വരാൻ പറ്റില്ല, ഇല്ല, ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ പറ്റില്ല. നമ്മൾ ആ വെബ്സൈറ്റിൽ പോയ ഒരു 300-400ഓളം നൃത്ത ഗുരുക്കന്മാരെ അതിലുണ്ട്. അപ്പൊ അവരുടെ കീഴിലാണ് ഓരോ കുട്ടി. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഒരു ഗുരു ശിഷ്യൻ ബന്ധത്തിലാണ് ഈ ഒരു ഐറ്റം അവര് പഠിച്ചെടുക്കുക. ഇപ്പൊ നോർമൽ ഒരുപാട് കൊറിയോഗ്രാഫി ദിവ്യക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു റെക്കോർഡിന് വേണ്ടി നമ്മൾ ഒരുപാട് നാളത്തെ അധ്വാനം അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു ഇത് ദിവ്യയിലേക്ക് വരുമ്പോ എന്തായിരുന്നു തോന്നിയത്? എനിക്കതൊന്ന് എന്താ പറയാ മനസ്സിരുത്തി അത് മനസ്സിലാക്കാൻ തന്നെ കുറച്ച്. ഞാൻ പറഞ്ഞു 12,000 ഡാൻസേഴ്സ്, അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവരെങ്ങനെയാണ്? അപ്പോൾ അങ്ങനെ ഓരോ പടിപടിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോഴാണ് എനിക്കും ആ ഒരു ആശയം മനസ്സിലാവുകയും പിന്നെ അതിന്റെ കുറെ റൂൾസ് ഉണ്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വേഷവിധാനം, അത് കല്യാൺ സിൽക്സ് ആണ്. അവരതിന് വേണ്ടിയിട്ടൊരു സാരി നെയ്തിട്ടുണ്ട്, ഈ മൃദംഗനാദത്തിന്റെ ഒരു ലോഗോ ഒക്കെ വെച്ചിട്ട്. അപ്പൊ അതാണ് എല്ലാ ഡാൻസേഴ്സും അണിയുന്നത്. അങ്ങനെ ഒരുപാട് എന്താ പറയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ ആയിരുന്നു. ഇനിയിപ്പോ ഒരു മാസമുണ്ട്.